ബംഗാളികൾ. അത് നമ്മുടെ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് എവിടെയെങ്കിലും പോകാമെന്ന്. ബ്രോഡ്വേ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ റെഡി ആവുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒറ്റമൈൻ ഡിസിഷനായിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ പോകാൻ വേണ്ടി ഓട്ടോയൊക്കെ വിളിച്ച് നമ്മളവിടെ എത്തിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ഗൈസ്. ഞങ്ങൾ കൊച്ചിയിലാണോ അതോ ബംഗാളിലാണോ എന്ന് സംശയിച്ച് പോയി. കാരണം അത്രയധികം ബംഗാളികളായിരുന്നു. ഒരു സിവിക് സെൻസും ഇല്ലാതെ ടിക്കറ്റ് എടുക്കാനും ഒരുമാതിരി ഇറിറ്റേറ്റഡും ഡിസ്കാസ്റ്റിംഗ് ആയൊരു ഫീലായിരുന്നു എനിക്ക് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ അതിനേക്കാളും ഒക്രമായിരുന്നു അവിടുത്തെ അവസ്ഥ, ഇറിറ്റേറ്റിംഗ്. ഗൈസ്, ഞങ്ങൾ എങ്ങനെയാണ് ബോട്ടിൽ വന്നതെന്ന് നമുക്കേ അറിയുള്ളൂ. പറയുന്നത് ഫുള്ള് ബംഗാളികൾ. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടല്ലേ, ഗവൺമെൻറ്റിൻ്റെ 6 രൂപയുടെ ബോട്ടിൽ കേരളത്തിലെ ആൾക്കാരിനേക്കാളും പ്രയോറിറ്റി ബംഗാളികൾ. എന്നിട്ട് അതിൽ ഫുള്ള് ബംഗാളികളായിട്ട് ഞങ്ങളൊക്കെ അൺസേഫായിട്ടാണ് അതിനുള്ളിൽ വന്നത്. അവിടുത്തെ ആൾക്കാർ നമ്മളെ നോക്കണത് എങ്ങനെയായിരുന്നു, ഒരുമാതിരി ഓരോ പാർട്ടിക്കും ഇങ്ങനെ ഒരുമാതിരി നോക്കുക. സോ ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു ഗൈസ്. സത്യം പറഞ്ഞ ഒരു മൂഞ്ച ഡിസിഷനായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്നതും പോയതും ഒക്കെ വേഗമായിരുന്നു. വന്ന പാടെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ട്രെയിൻ കയറി. അതും 50 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്, കാരണം ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ തൻ്റെ മന്തിയൊക്കെ കഴിച്ച് ഓട്ടോയൊക്കെ വിളിച്ച് നേരെ റൂമിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.